ഹായ് ആർമി, ഞാൻ ചൂസേരി മണിൻ്റെ 15th എപ്പിസോഡായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എപ്പിസോഡിന് വെയിറ്റ് ചെയ്യുമായിരുന്നറിയാം, കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ എല്ലാവരും പോയി എപ്പിസോഡ് കാണാൻ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, കമൻറ്റ് എന്താണ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ്. രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുന്ന പാർത്ത് കാണുന്നത് സിധുവിനെയാണ്. ഗുഡ് മോർണിംഗ്. ചേട്ടനെന്താ? എനിക്കെന്താ നിന്റെ റൂമിൽ വരാൻ പാടില്ലേ? അങ്ങനെയൊന്നുമില്ല. ചേട്ടന് പെട്ടെന്ന് രാവിലെ റൂമിൽ കണ്ടപ്പോൾ ഞാനങ്ങ് ചോദിച്ചോന്നേ ഉള്ളൂ. രാവിലെ കുഞ്ഞമ്മയോട് ചോദിച്ചു, നീ എപ്പോഴാണ് വന്നേന്നും, നീ നൈറ്റ് കൂടെ ലേറ്റ് ആയിട്ടാണ് വന്നേന്നും, നീ കുടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബോധം വരുമ്പോഴേ മേലിട്ട് കയറി പോണ കണ്ടെന്ന് കുഞ്ഞമ്മ പറഞ്ഞു. നിൻ്റെ കാര്യം പറഞ്ഞു കുഞ്ഞമ്മ ഭയങ്കര വിഷമത്തിലായിരുന്നു. പിന്നെ ഋത്തിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ എഴുന്നേറ്റോ, നീ ഓക്കെ ആണോ, പിന്നെ ഇന്നലെ അവനാ നിന്നെ ഇവിടെ കൊണ്ടാക്കിയെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി ഇവിടെ വന്ന് നിന്നോട് സംസാരിച്ചിട്ട് പോകുന്നു. ഞാനിങ്ങനെ വന്നപ്പോൾ എൻ്റെ റൂം തുറന്ന് കിടക്കുമായിരുന്നു. പിന്നെ ഞാൻ അകത്ത് കയറിയപ്പോൾ നീ നല്ല ഉറക്കായിരുന്നു. പിന്നെ നീ എഴുന്നേക്കുന്നവരെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് സംസാരിക്കുമെന്ന് കരുതി. നീ ഇപ്പോൾ ഓക്കെ ആണോ? ഓക്കെ ആകാൻ പറ്റിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇപ്പം എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പാർത്ത്, നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ നീ ഇതൊക്കെ അംഗീകരിച്ചേ പറ്റൂ. അല്ല, ഞാൻ എങ്ങനെ അംഗീകരിക്കേണ്ടത്? അതെന്നെ കൊണ്ട് പറ്റുന്നില്ല. അവളെന്നെ സ്നേഹിച്ചോ സ്നേഹിച്ചിരുന്നില്ല എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ അവളെ മാത്രമാണ് സ്നേഹിച്ചത്, അതും എൻ്റെ കുഞ്ഞുനാൾ തൊട്ട്. ആ പാർത്ത്, നീ അവളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്, പക്ഷെ അവൾ നിന്നെ സ്നേഹിച്ചില്ല. പിന്നെ നീ എന്തിനാ അവളെ ഓർത്ത് ഇങ്ങനെ വിഷമിക്കുന്നത്? പാർത്ത്, എനിക്കറിയാം നിന്നെ കൊണ്ട് അവളെ പെട്ടെന്ന് മറക്കാൻ കഴിയില്ലെന്ന്, പക്ഷെ നീ മറന്നേ പറ്റൂ. അവളെ ഓർത്ത് നീ നിന്റെ ലൈഫ് ഇങ്ങനെ നശിപ്പിക്കല്ലോ. പാർത്ത്, ഇന്നലെ നീ കുടിച്ചിട്ട് വന്നതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. ഇന്നത്തെ നിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇത് നീ ഒരു പതിവാക്കി എടുക്കരുത്. കുഞ്ഞമ്മ നിന്നോർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പിന്നെ നീ ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ടോ? നീ ഓക്കെ അല്ലെങ്കിൽ പോകണ്ട. നീ ആദ്യം പോയി ഫ്രഷായിട്ട് താഴേക്ക് വാ. എന്നാൽ ഞാൻ പോവാ, നീ ഫ്രഷായിട്ട് താഴേക്ക് വന്നേക്ക്. പാർത്തിന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സിധുവിനെ കാണുന്ന ത്രിലോക്. ഓയ്, എന്താണ് പാർത്തിന്റെ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നത്? അവിടെ എന്തായിരുന്നു പരിപാടി? പാർത്താകെ ഓക്കെ അല്ലടാ. അവൻ ഇന്നലെ ഇവിടുന്ന് പോയിട്ട് കുറെ ലേറ്റായിട്ടാണ് കയറി വന്നത്. പിന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടെന്ന് കുഞ്ഞമ്മ രാത്രോട്ട് വിഷമിച്ചിരിക്കുക. പിന്നെ ഋത്തിക്ക് രാവിലെ വിളിച്ചിട്ട് പാർത്ത് എഴുന്നേറ്റു, അവൻ ഓക്കെ ആണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പിന്നെ ഞാൻ കരുതി അവനൊന്ന് പോയി കണ്ട് സംസാരിക്കാമെന്ന്. എന്നിട്ട് സംസാരിച്ചോ? ആ, സംസാരിച്ചു. നീ കഴിഞ്ഞതൊക്കെ മറക്കണം, നീ അവളോർത്ത് വിഷമിക്കില്ലും, നീ ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ എക്സെട്രാ എക്സെട്രാ. അവനോട് ഈ തെറ്റെത്തന്നെ ചെയ്യാൻ വേണ്ടി കൂട്ടു നിന്നിട്ട് അവനെ അവസ്ഥയാക്കിയിട്ട് അവനെ പോയി ആശ്വസിപ്പിക്കാനും വേണം ഒരു റേഞ്ച്. ചെയ്യാതെ പറ്റുമോ? ഞാൻ നിങ്ങളുടെ ഒരു വലിയേട്ടനായി പോയില്ലേ? വലിയേട്ടൻ? എന്താടാ വലിയേട്ടനൊരു കുറവ്? നീ അതൊക്കെ വിട്. നീ വിചാരിച്ച പോലെ എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കുമോ? നടക്കുമായിരിക്കും, കുറച്ച് വെയിറ്റ് ചെയ്യാം. നടന്നില്ലെങ്കിൽ പ്ലാൻ ബി. പ്ലാൻ ബി? രാവിലെ ലച്ചുന്റെ റൂമിലേക്ക് കയറി വരുന്ന മീനു. ലച്ചു, ഇവിടെ എന്താ നടക്കുന്നേ? ലച്ചു, നീ ഇതെന്ത് ഭാവിച്ച? ഇന്നലെ ഇവിടെ നടന്നല്ലേ ഞാൻ അറിഞ്ഞു. നിനക്ക് എത്ര ത്രിലോകനോട് പറയാൻ തോന്നുന്നത്? എന്റെ അവിടെ എന്തൊരു കാര്യം സംഭവിച്ചിട്ടില്ല, ഒരിക്കലും സംഭവിക്കാനും പോകുന്നില്ല. മീനു, നീ അറിഞ്ഞതൊക്കെ സത്യ. നീ ഇത് വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കോ, അത് നിന്റെ ഇഷ്ടം. നീ ഇത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അതെന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇപ്പൊ എന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന എന്റെ ലച്ചു അല്ല. നീ ഇങ്ങനെ പറയുന്നത്, നീ ചെയ്തു കൂട്ടുന്നൊക്കെ പുറകെ ആരാന്ന് എനിക്കറിയാം. മീനു, ഇന്നലെ ഞാൻ പാർട്ടനോട് പറഞ്ഞ കാര്യം തന്നെ എനിക്കിപ്പം നിന്നോടും പറയാനുള്ളൂ. എന്നെ ത്രിലോകേട്ടൻ ഒരു കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയല്ല ഇതൊക്കെ പറയിക്കുന്നതും ചെയ്യിക്കുന്നതും. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എൻ്റെ ഫീലിങ്സാണ് നിങ്ങളോട് എല്ലാവരും പറഞ്ഞത്. അത് പാർട്ടേട്ടൻ മനസ്സിലാക്കിയത് നീ മനസ്സിലാക്കണം. ലച്ചു, ഞാൻ നിന്നോട് പറഞ്ഞു നിന്നെ കൊണ്ട് ഇത് പറയിക്കുന്നതും ചെയ്യിക്കുന്നതൊക്കെ ത്രിലോകേട്ടനാണെന്ന്. പിന്നെ നീ ത്രിലോകേട്ടനെ വിഷയത്തിലേക്ക് വലിച്ചയച്ചത്. ഞാനെന്താ നിന്റെ വായിന്ന് കേൾക്കാൻ ആവശ്യം? അതൊക്കെ നീ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്കിനോടൊന്നും ചോദിക്കാനുമില്ല, പറയാനുമില്ല. ഇനി നിന്നോടൊന്നും പറഞ്ഞിട്ട് കാണില്ലെന്ന് എനിക്കറിയാം. പറയണം ചോദിക്കേണ്ട ആള് വേറെ ഉണ്ടല്ലോ. ഞാനതൊക്കെ അവിടെ തന്നെ പോയി ചോദിച്ചോളാം. ഇതും പറഞ്ഞു മീനു നേരെ കളിച്ചു തൊള്ളി ത്രിലോകിന്റെ റൂമിലേക്ക് പോയി. നിന്നോടല്ല എനിക്ക് പറയണുണ്ട് മീനു, പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല. ത്രിലോകിന്റെ റൂമിലേക്ക് കളിച്ചുള്ളി കയറി വരുന്ന മീനു. മീനു, നീ ഇതെപ്പോ വന്നു? നീ എന്താണ് എന്നെ ഇങ്ങനെ നോക്കുന്നത്? എങ്ങനെ നോക്കാതിരിക്കുന്നത്? അതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. നിങ്ങളെ കൊണ്ട് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്? മീനു, നിനക്കെന്താ പറ്റിയ? നീ എന്താ പറഞ്ഞോണ്ടിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
ഓ, ഞാനെന്താ പറഞ്ഞു നിനക്ക് മനസ്സിലായി? അല്ലെങ്കിൽ നിനക്ക് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാകില്ലേ? എന്തോ നാടി, നീ കാര്യം പറ. ത്രിലോകേട്ടാ, സത്യം പറ. ചേട്ടൻ ലക്ഷ്മിയോട് എന്തൊക്കെയോ പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്ത ഇതൊക്കെ പറയിക്കുന്നതും ചെയ്യിക്കുന്നതും അല്ലേ? സത്യം പറ. ഞാനല്ലെന്ന് പറഞ്ഞ നീ അത് വിശ്വസിക്കില്ല, അതുകൊണ്ട് ആണ്. ചേട്ടാ എന്തിനിങ്ങനെ ചെയ്യുന്നത്? ചേട്ടൻ പാർത്തേട്ടന് ഇഷ്ടം, നമുക്ക് പാർത്തേട്ടനെ ജീവിക്കാൻ പറ്റില്ല. പാർത്തേട്ടനോ അങ്ങനെ, പിന്നെ എന്തിനാ ചേട്ടനായിട്ട് അവരെ ഇടയിൽ ചെന്ന് കയറുന്നത്? അവൻ അവളെ സ്നേഹിക്കുന്ന പോലെ ഞാനും അവളെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ അവൾ അവനെ സ്നേഹിക്കണമെങ്കിൽ സ്നേഹിച്ചോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ അവളെ സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്ക് അവളെ വേണം. എനിക്ക് അവളെ ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല. ചേട്ടൻ നമ്മളെ സ്നേഹത്തിലൂടെ ജീവിച്ചിട്ട് നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല. അതാദ്യം ചേട്ടൻ മനസ്സിലാക്കണം. അവളെ സ്വന്തമാക്കിട്ട് എനിക്കൊന്നും നേടാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, പക്ഷെ എനിക്ക് അവളെ വേണം. ചേട്ടാ നിങ്ങളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം മാത്രം പറയാം, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല, അത് നിങ്ങൾ ഓർത്തോ. പിന്നെ ഞാനായിട്ട് ഇതൊന്നും ആരോടും പറയില്ല. നിങ്ങൾ എന്തോ വലിയ കാര്യം പറഞ്ഞ അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യണമെന്ന് എനിക്കറിയാം. അതെന്ത് കാര്യമായാലും അവളത് പുറത്ത് ആരും അറിയില്ലോ എന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവൾ പാർത്തേട്ടനെ പോലെ ഉപയോഗിച്ച് നിങ്ങൾ പറഞ്ഞൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ കാര്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലക്ഷ്മിനെ ഭീഷണിപ്പെടുത്ത ആ കാര്യങ്ങൾ എടുത്ത് വെളിയിലേക്ക് ഇടും. അതൊരിക്കലും ആരും അറിയില്ലോ എന്ന് ലക്ഷ്യം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാനായിട്ടത് ആരെ കൊണ്ട് അറിയിക്കത്തില്ല. പിന്നെ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, അത് നിങ്ങൾ ഓർത്തോ. അവിടെ നിന്ന് എനിക്കുള്ളൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താടാ? ചോദിക്ക്. അത് ഞാൻ ചോദിക്കാം, പക്ഷെ നീ സത്യം മാത്രമേ പറയാമോളൂ. നീ ചോദിക്ക്, ഞാൻ നിന്നോട് എന്തെങ്കിലും കള്ളം പറയൂ? ആ വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ ചോദിക്കുക. ഇന്നലെ ദേവലിച്ചിന്റെ വീട്ടിൽ ലച്ചു നടത്തിയ ഡ്രാമയുടെ പുറകെ ത്രിലോകേട്ടനാണെന്ന് എനിക്കറിയാം. പക്ഷെ അത് നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? നീ എന്താ പറയുന്നത്? അതെല്ലാരും ഡ്രാമയാണെന്നോ? അതെല്ലാം ത്രിലോകേട്ടൻ പറഞ്ഞിട്ട് ചെയ്യാനാണെന്നോ? നീ എന്തായി പറയുന്നേ? ഞാൻ നിന്നോട് ചോദിച്ചതിന് നീ മറുപടി താ. പിന്നെ ത്രിലോകേട്ടൻ ലക്ഷ്യം തമ്മിൽ സ്നേഹത്തിലാണെന്ന് പറയുമ്പോൾ അതങ്ങ് വെള്ളം തൊടാതെ മെഴുകാനിരിക്കുമല്ല ഞാൻ. എനിക്കിതിലൊരു പങ്കുമില്ല, എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല. നീ പറഞ്ഞ ഞാൻ വിശ്വസിച്ചു. അത് അങ്ങനെ തന്നെ ആയിരിക്കണം കരട്ട്, അല്ലെങ്കിൽ. മീനു, നീ എന്തായി പറയുന്നത്? ലച്ചുവും ത്രിലോകേട്ടനും തമ്മി ഇതെങ്ങനെയാ? ലച്ചു പാർത്ഥേട്ടനല്ലേ സ്നേഹിച്ചുകൊണ്ടിരുന്നത്? അവൻ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നത്. അവൾ കുഞ്ഞാനൊട്ട് പാർത്ഥേട്ടനെ സ്നേഹിക്കുന്നതല്ലേ? അവൾ ഒരുപാട് എന്നോട് പാർത്ഥേട്ടനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ അവളുടെ കണ്ണിൽ പാർത്ഥേട്ടനുള്ള ഫീലിങ്സ് എനിക്ക് കാണാമായിരുന്നു. അത് തന്നെ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ത്രിലോകേട്ടന്റെ പ്ലാനാ. അവളെ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരിക്കും ഇതൊക്കെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. നമ്മളെ ഇഷ്ടമില്ലാതൊരു ഭീഷണിപ്പെടുത്തി സ്വന്തമാക്കി അവരുടെ കൂടെ ജീവിക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? അത് ഞാൻ പറഞ്ഞു മടുത്തു. ഇന്ന് രാവിലെ ഇതൊക്കെ അറിയുന്ന വരെ ഞാൻ വിചാരിക്കുന്ന അങ്ങനെ ഇതൊക്കെ വിട്ടൂന്നാ. പക്ഷെ അതെന്റെ ഏറ്റവും വലിയ തെറ്റായിപ്പോന്ന് എനിക്കിപ്പം മനസ്സിലായി. നിനക്കിതിനെ പറ്റി വീട്ടിലൊന്ന് സംസാരിച്ചൂടെ? അത് നടക്കില്ലേട്ടാ. എന്തോ വലിയ കാര്യം പറഞ്ഞ ത്രിലോകേട്ടൻ ലച്ചുവിനെ ഭീഷണിപ്പെടുത്തുന്നു. ആ കാര്യം എന്തായാലും ആരും അറിയില്ലോ എന്ന് അവൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ത്രിലോകേട്ടൻ പറഞ്ഞതൊക്കെ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേ ബി അത് പാർട്ടേനെ ബാധിക്കുന്ന എന്തോ കാര്യമാണ്. അതുകൊണ്ട് ലച്ചു ത്രിലോകേട്ടൻ പണെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്താന്ന് എനിക്കറിയില്ല. പക്ഷെ ത്രിലോകേട്ടൻ ലച്ചുവിനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ വീട്ടുകാരോടെങ്കിലും പറഞ്ഞ ത്രിലോകേട്ടൻ ആ കാര്യം എല്ലാവരും അറിയിക്കും. അതാരും അറിയില്ലോ എന്നല്ല ലച്ചു ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാനത് പറഞ്ഞ ശരിയാകില്ല. ശരിയാ മീനു നീ പറഞ്ഞത്. ലച്ചു ഇതാരും അറിയില്ലോ എന്നല്ല ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നീയായിട്ട് ഒരു പ്രോബ്ലം ഉണ്ടാക്കണ്ട. ഇതല്ലാതെ നിനക്ക് വേറെ ഏതെങ്കിലും ലച്ചുവിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? സത്യം പറയുവാണെങ്കിൽ ഇല്ല. ഇതിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ലച്ചു വിചാരിക്കണം, അല്ലെങ്കിൽ ത്രിലോകൻ ഇതൊക്കെ വേണ്ടെന്ന് വെക്കണം. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ചേട്ടാ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഓക്കെ അല്ലെങ്കിൽ വരണ്ടായിരുന്നല്ലോ. വീട്ടിലിരുന്നിട്ട് എന്തിനാ? ചേട്ടാ ഞാനിന്നലെ പറഞ്ഞ കാര്യം. ഇന്നലെ നീ പറഞ്ഞ സംശയങ്ങളുടെ കാര്യങ്ങളാണെങ്കിൽ അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. പിന്നെ ലച്ചുകൊണ്ട് സംസാരിക്കുന്ന കാര്യമാണെങ്കിൽ അത് ഞാൻ അവളോട് സംസാരിച്ചു. എന്നിട്ട് അവളെന്താ ചേട്ടനോട് പറഞ്ഞത്? അവൾ ആദ്യം എന്താ പറഞ്ഞ അതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് എന്നോടല്ല ഫീലിങ്സ്, ത്രിലോകനോടാണ് ഫീലിങ്സ്. അത് ഞാൻ അംഗീകരിച്ചേ പറ്റൂ. അത് ചേട്ടനോട് പറയാതിരിക്കാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെ എക്സെട്രാ. ഇനി ഇതിൽ കൂടുതൽ എനിക്ക് അവളെ വായിന്നൊന്നും കേൾക്കാനുമില്ല, അറിയാനുമില്ല. അവൾ എന്തിനിങ്ങനെയൊക്കെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത്? അവൾക്ക് എന്താ പറ്റിയത്? അവൾക്ക് എന്ത് പറ്റാനാ? പറ്റിയതല്ലോ എനിക്കല്ലേ. ചേട്ടൻ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ലച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ സത്യമാണെന്ന്? വിശ്വസിക്കാതെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എൻ്റെ മുന്നിൽ? ചേട്ടൻ മനസ്സുകൊണ്ട് ലച്ചു പറഞ്ഞതൊന്നും അംഗീകരിച്ചിട്ടില്ല, വിശ്വസിച്ചില്ലെന്ന് എനിക്കറിയാം.
പിന്നെ ഇതൊക്കെ വിശ്വസിക്കാൻ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? പാർത്തേട്ട എനിക്ക് ഉറപ്പാ ലച്ചി പറയുന്ന ചെയ്യണനൊക്കെ പുറകെ ത്രിലോകേട്ടനാണെന്ന്. ഓക്കെ, അവളിപ്പോൾ പറയുന്നതും ചെയ്യുന്നതിനൊക്കെ പുറകെ തിലോകാകാം. അവൾ എന്തെങ്കിലും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്തായിരിക്കും ഇതൊക്കെ ചെയ്യിക്കുന്നത്. പക്ഷെ അതെന്തായാലും അത് അവൾക്ക് എന്നോട് പറയാം. അല്ലാതെ അവൻ പറയുന്നതൊക്കെ ഒരു തുള്ളുമല്ല വേണ്ടത്. അവൻ എനിക്കെതിരെ അവൾക്കെതിരെ എൻ്റെ കുടുംബത്തിലെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന പൊട്ടനായിട്ടാണ് അവൾ എന്നെ കണ്ടത്. അങ്ങനെ കണ്ടത് കൊണ്ടല്ല അവൻ പറഞ്ഞ താഴത്തോട്ട് അവൾ തുള്ളിക്കൊണ്ടിരിക്കുന്നത്. പാർത്തേട്ട പറയുന്നത് അവൾക്ക് പാർട്ടിയോട് പറയാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിലോ പറയാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിലോ? എന്ത് സാഹചര്യം? ഇന്നലെ നൈറ്റ് ഞാൻ അവളെ റൂമിൽ പോയപ്പോൾ അവളും ഞാനും മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പോലും അവൾക്ക് എന്നോടൊന്നും പറയാനില്ലായിരുന്നു. ഋത്തിക്, അവൾ പറയുന്നതും ചെയ്യുന്നതിനൊക്കെ പുറകെ ത്രിലോകമാണ്. നമ്മുടെ കയ്യിൽ ഒരു തെളിവില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി പറയാതിരിക്കുന്നത് നല്ലത്. പിന്നെ ലച്ചുവിന് എന്താ എന്നോട് പറഞ്ഞോളൂ, അത് അവളെന്നോട് പറഞ്ഞു കഴിഞ്ഞു. എനിക്കെന്താ പറഞ്ഞോളും ഞാനും അവളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ ഇടയിലൊന്നുമില്ല, എല്ലാം അവസാനിച്ചു. പിന്നെ നീ പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ, ലച്ചു ഇപ്പം പറയുന്നതും ചെയ്യണമെന്നൊക്കെ പുറകെ ത്രിലോകിൻ്റെ കൈകളാണെങ്കിൽ അവൻ തീർന്നു. ഞാനായിട്ടെല്ലാം നിർത്തിയത് അവനായിട്ട് ആ പഴയ പാർട്ടിനെ പുറത്ത് കൊണ്ടുവരാൻ അവൻ്റെ പരിപാടിക്ക്. പിന്നെ ഞാൻ അവന് പരലോകം കാണിക്കും. ഋത്തിക്ക്, ഞാൻ ഒട്ടും ഓക്കെ അല്ല. ഞാൻ പോവാം, വീട്ടിൽ പോകുന്നില്ല. അവളെ പോകാനെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ ഗസ്റ്റ് ഹൗസിലേക്ക് പോവുക. നീ ഇവിടുത്തെ കാര്യമൊക്കെ നോക്കിക്കോളൂല്ലോ. ആ പാർത്തേട്ട പൊക്കോ. പാർത്തേട്ട, ചേട്ടൻ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ചേട്ടൻ നോക്കിക്കോ, ഇതെന്നെ പുറകെ ത്രിലോകേട്ടനെ ഞാൻ എന്തായാലും കണ്ടുപിടിക്കും. പുറത്തേക്ക് പോകുന്ന പാർത്ഥിന്റെ നേരെ വരുന്ന ത്രിലോകിനെ മൈൻഡാക്കാതെ പാർത്ത് അവന്റെ കാറിൽ കയറാൻ തുടങ്ങുന്നു. എന്താ? സോറിയോ? അതെന്തിനാ? ഇന്നലെ ലച്ചു പറഞ്ഞതെല്ലാം ഞാനവൾ നിന്നോട് വീട്ടുകാരോടൊക്കെ സംസാരിക്കാൻ ഇരിക്കുവായിരുന്നു. അപ്പോഴാ നീ അവൾ പെട്ടെന്ന് അങ്ങനെല്ലാം വെട്ടിത്തുറന്ന് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. സോറി, ഞാൻ നിന്നോട് ചെയ്ത് ശരിയില്ലെന്ന് എനിക്കറിയാം. എനിക്ക് അവളെ കുഞ്ഞാലോട്ട് ഇഷ്ടമായിരുന്നു. പക്ഷെ അവൾക്ക് നിന്നെയും അതറിഞ്ഞിട്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ അവളോട് എപ്പോഴും വഴക്കമുണ്ടാക്കുകയും അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് കൂട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ എന്റെ ഫീലിങ്സ് വേണ്ടെന്ന് വെച്ചതാ. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം അവൾ തിരിച്ചു വന്നപ്പോ എന്റെ ഫീലിങ്സ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് അവൾ റിയലായ ഫീലിങ്സ് ആണെന്ന്. അതാ നിങ്ങളെ അവർ റിലേഷൻഷിപ്പിലാന്ന് അറിഞ്ഞിട്ടും ഞാൻ എന്റെ ഫീലിങ്സ് അവളോട് തുറന്നു പറഞ്ഞത്. അവൾ ആദ്യം നോയാണ് പറഞ്ഞത്. പക്ഷെ എപ്പോഴാ അവൾക്ക് എന്നോട് ഫീലിങ്സ് തോന്നി തുടങ്ങിയെന്ന് എനിക്കറിയില്ല. അതറിഞ്ഞപ്പോ പിന്നെ എനിക്ക് നിനക്ക് അവളെ വിട്ടു തരാനും തോന്നിയില്ല. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്റെ സിറ്റുവേഷനും നീ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. സോറി. നീ എന്തിനാ എന്നോട് സോറി പറയുന്നത്? അതിൻ്റെ ആവശ്യമില്ല. നിനക്ക് തോന്നി നീ പറഞ്ഞു. തീരുമാനം അവളുടെ ആയിരുന്നു. അതവൾ എടുത്തു കഴിഞ്ഞു. അവൾ ആഗ്രഹിക്കുന്ന പോലെയെല്ലാം നടക്കട്ടെ. പിന്നെ ത്രിലോക്, ഞാനിന്ന് ലീവാണ്. ഞാൻ ഋത്തിക്കിൻ്റെ ഒരു ഫയൽ കൊടുത്തിട്ടുണ്ട്. നീ അത് വായിച്ചിട്ട് സൈൻ ചെയ്ത് ഋത്തിക്കിൻ്റെ കയ്യിൽ കൊടുത്തേക്ക്. അവരത് മെയിൽ ചെയ്തോളും. പാർത്ത് അവിടെ നിന്ന് അങ്ങ് പോയി. എന്തായിരുന്നു താഴത്തെ പാർത്തേട്ടനുമായിട്ട്? അത് നീ കേട്ടിട്ടില്ല? എഴുതിയിൽ എണ്ണ കോരി ഒഴിക്കുവാന്ന് ഇച്ചിരി എണ്ണ കോരി ഒഴിച്ചതാ. ഇപ്പൊ നന്നായിട്ട് ആളെ കത്തുന്നുണ്ടാകും. നിങ്ങൾക്ക് അങ്ങയോട് ചെയ്തൊന്നും മതിയായില്ലേ? അല്ലെ തന്നെ പാർത്തേട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അറിയാലോ, പിന്നെ എന്തിനാ പറയുന്നത്? പിന്നെ എന്റെ മുന്നിൽ നിന്ന് പാർട്ടിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ നിന്റെ സ്വഭാവം അറിയും. ഇനി നിങ്ങളുടെ എന്ത് സ്വഭാവം അറിയാനാ ബാക്കി? പിന്നെ ഞാൻ ആരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതൊന്നുമല്ല. പിന്നെ ഒരു കാര്യം, രാവിലെ എന്നെ ഋത്തിക്ക് പിടിച്ചു നിർത്തിയിരുന്നു. അവൻ എന്തൊരു കാര്യം ചോദിക്കാനും ഉണ്ട് പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്ത് കാര്യം? ഋത്തിക്ക് പാർട്ടിയായിട്ട് നമ്മുടെ വീട്ടുകാരെ പോലെ ഒന്നുമല്ല. അവനിന്നോട് പറഞ്ഞു, ലച്ചു പറഞ്ഞതൊക്കെ പച്ച നുണിയാണ്. അതിന് പുറകെ ത്രിലോകേട്ടാണെന്ന്. ത്രിലോകേട്ടൻ അവൾ എന്തൊക്കെയോ പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യിച്ച ഇതൊക്കെ പറയിക്കുന്നതും ചെയ്യിക്കണേന്ന്. പിന്നെ എനിക്കിതിലെന്തെങ്കിലും പങ്കുകൊണ്ടുവന്നു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ത്രിലോകേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. അപ്പം അവൻ പറഞ്ഞു ഞാൻ ചോദിച്ചതിന് മാത്രം നീ മറുപടി പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞു എനിക്കിത് പങ്കൊന്നുമില്ലെന്ന്. അവനപ്പം പറഞ്ഞു ഞാൻ ഇതൊക്കെ വിശ്വസിക്കുന്നു, പക്ഷെ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം കാണിച്ചു തരാമെന്ന്. ചേട്ടാ, നമ്മൾ അവനെ സൂക്ഷിച്ചേ പറ്റൂ. അവൻ്റെ സ്വഭാവം ചേട്ടൻ അറിയാലോ. ഇങ്ങനെ മുതൽ നമ്മുടെ കൂടെയുള്ള കാര്യം ഞാൻ മറന്നുപോയി.
നീ പേടിക്കണ്ട, അവനൊന്നും കണ്ടുപിടിക്കില്ല. ആരെന്ത് കണ്ടുപിടിക്കില്ലെന്നാ നിങ്ങൾ ഈ പറഞ്ഞോണ്ടിരിക്കുന്നേ? അത് ഞങ്ങള് സിധുവിന്റെ ബർത്ത്ഡേനെ പറ്റി പറയുമായിരുന്നു. സിധുവിന്റെ ബർത്ത്ഡേക്ക് അവനൊരു സർപ്രൈസ് കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അതിന് സിദ്ധുവേട്ടന്റെ ബർത്ത്ഡേക്ക് ഇനിയും 1 മാസം കൂടി, പിന്നെ എന്തിനാ ഇപ്പഴേ സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നേ? അത് ഞങ്ങൾ ആ ടൈമിൽ വലിയ ബിസി ആണെങ്കിലോ, അതാ നേരത്തെ തന്നെ സർപ്രൈസിനെ പറ്റി പ്ലാൻ ചെയ്ത് വെക്കാന്ന് കരുതി. ഞങ്ങൾ എന്താ പ്ലാൻ ചെയ്യണേന്ന് അവൻ അറിയില്ലല്ലോ. ഓ അങ്ങനെ, എന്നാ നിങ്ങൾ പ്ലാൻ ചെയ്തോ. നിങ്ങൾ പ്ലാൻ ചെയ്യാനെല്ലാം നന്നാ മതിയായിരുന്നു. പിന്നെ ഞാൻ വന്നത് ഈ ഫയൽ തരാൻ വേണ്ടിട്ടാ. ചേട്ടൻ ഇത് വായിച്ചിട്ട് സൈൻ ചെയ്തിട്ട് കണ്ടേ കൊടുത്തേക്ക്, എന്നിട്ട് വേണം എനിക്ക് മെയിൽ ചെയ്യാൻ. ആടാ, ഇപ്പൊ തന്നെ ഞാനിത് വായിച്ച് സൈൻ ചെയ്തിട്ട് കണ്ടേ കൊടുത്ത് വിട്ടേക്കാം. എന്നാ ശരി, ഞാൻ പോവാ. ആടാ ശരി. ഋത്തിക് അവിടുന്ന് പോയി. ചുല്ലോക്കട്ടെ, ഞാൻ പറഞ്ഞില്ല അവനെ പറ്റി. അവനിപ്പോ ഇവിടെ വന്ന് പറഞ്ഞതൊക്കെ നമുക്കിട്ട് കുത്തിയതാ. അവനെ കൊണ്ട് പറ്റുന്നവൻ ചെയ്തോട്ടെ. എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ എന്താ ചെയ്തെന്നും ഇനി എന്താ ചെയ്യാൻ പോണെന്നും അവനെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലുന്ന പാർത്ത് ഡോർ തുറന്ന് അകത്ത് കയറി ഒരു സോഫയിലിരുന്നു. നിനക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറ്റിയേ? ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചെന്ന് നിനക്കറിയോ? என் இதயத்தை வழியில் எங்கேயோ மறந்து தொலைத்து விட்டேன். உன் விழியினில் அதனை எப்போது கண்டுபிடித்து விட்டேன். இதுவரை எனக்கில்லை முகவரிகள், அதை நான் கண்டேன் உன் புன்னகையில். வாழ்கிறேன் நான் உன் மூச்சிலே, முன்பனியா முதல் மழைய என் மனதில் ஏதோ விழுகிறதே உயிர் நனைகிறதே. புரியாத உறவில் நின்றே, அறியாத சுகங்கள் கண்டே, மாற்றம் தந்தவள் நீதானே. என் இதயத்தை வழியில் எங்கேயோ மறந்து தொலைத்து விட்டேன். உன் விழியினில் அதனை எப்போது கண்டுபிடித்து விட்டேன். இதுவரை எனக்கில்லை முகவரிகள், அதை நான் கண்டேன் உன் புன்னகையில். வாழ்கிறேன் நான் உன் மூச்சிலே, முன்பனியா முதல் மழைய என் மனதில் ஏதோ விழுகிறதே உயிர் நனைகிறதே. புரியாத உறவில் நின்றே, அறியாத சுகங்கள் கண்டே, மாற்றம் தந்தவள் நீதானே. என் இதயத்தை வழியில் எங்கேயோ மறந்து தொலைத்து விட்டேன். உன் விழி. നൈറ്റ് ദേവിന്റെ വീട്ടിലേക്ക് വരുന്ന രവിയുമായും കൂടെ ഋത്തിക്കും കയറണം. നിർമ്മലേച്ചി, ആ മായ, നിങ്ങളെല്ലാരും വന്നു. ചേച്ചി എന്ന് വിളിച്ചിട്ട് ഇന്ന് നൈറ്റ് തന്നെ വന്നു. എന്തോ ഇമ്പോർട്ടൻ്റ് കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് കാര്യം ചേച്ചി? അതൊരു കാര്യമുണ്ട്, അത് ഞാൻ പറയാം. ഋത്തിക്, നീ പാർത്തിനെ വിളിച്ചില്ലായിരുന്നു? അർജന്റായിട്ട് ഇങ്ങോട്ട് വന്നു നീ അവളോട് പറഞ്ഞില്ലേ? ആ വല്യമ്മ, ഞാൻ വിളിച്ചു, വരാന്നാ പറഞ്ഞത്. ഞാനിപ്പോ വിളിച്ചപ്പോ വന്നോണ്ടിരിക്കുമെന്നാ പറഞ്ഞത്. അവൻ 2 ആഴ്ചയായി വീട്ടിൽ കയറിയിട്ട് വിളിച്ച ഫോൺ പോലും എടുക്കത്തില്ല. അവൻ ഓഫീസിൽ വരാം, പക്ഷെ സ്വന്തം വീട്ടിൽ വരാൻ പറ്റില്ല. എന്തായാലും ഇന്നുകൊണ്ട് അവന്റെ ഗസ്റ്റ് ഹൗസിൽ താമസം ഞാൻ നിർത്തുന്നുണ്ട്. ദേ പാടത്ത് വരുന്നുണ്ട് ചേച്ചി. അമ്മ എന്താ എന്നോട് അർജന്റായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അത് ഞാൻ പറയാം, നീ ആദ്യമായിട്ട് കയറി വാ. ഇതും പറഞ്ഞ് നിർമ്മല അകത്തിട്ട് കയറിപ്പോയി. കാരണം മായാന്റെ കൊച്ചച്ച
നിങ്ങളെല്ലാവരും എന്താ ഇവിടെ നടക്കുന്നേ? സത്യം പറഞ്ഞ് ഞങ്ങൾക്കറിയില്ല. രാവിലെ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു നൈറ്റ് 6 മണിയാകുമ്പോൾ എല്ലാവരുടെ വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞു. എന്നാലും എന്തായിട്ടും വല്യമ്മ നമ്മളെയൊക്കെ വിളിപ്പിച്ചത് എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടും പറയാനാ? ആർക്കറിയാം. എന്തായാലും നിങ്ങളെല്ലാവരും വാ, നമുക്ക് കാത്തിട്ട് കയറിച്ചില്ല. എന്താ പറയണേന്ന് നോക്കാം. ഞാൻ ഇന്നിവിടെ നിങ്ങളെല്ലാവരും വിളിച്ചു വരുത്തിയത് ഞാനും ദേവേട്ടനും അമ്മയും കൂടി ചേർന്നൊരു ഇമ്പോർട്ടൻ്റ് ആയ തീരുമാനം എടുത്തിട്ടുണ്ട്. അത് നിങ്ങളോടൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുട്ടികളെ, നിങ്ങളൊക്കെ വലിയ പിള്ളേരായി, നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കണം പ്രായവും പക്വതയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ശരിയാകണമെന്നില്ല. ഞാനിത് പാർത്തും തിലോകം ലച്ചും കേൾക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇതിപ്പോ സിദ്ധൂരും കരളും ഋത്തിക്കലും മീനുവിനൊക്കെ കേൾക്കാം. പക്ഷെ ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരില്ല. പക്ഷെ അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അത് നിങ്ങളിപ്പം മനസ്സിലാക്കില്ല, ഒരു ദിവസം നിങ്ങളൊക്കെ മനസ്സിലാക്കും. ലച്ചു, നിന്റെ അച്ഛനമ്മ മരിക്കുന്ന മുമ്പ് അവരെ നിന്ന് ഞങ്ങളുടെ കയ്യിലേൽപ്പിച്ചിട്ടാണ് പോയത്. അന്നോട്ട് ഇന്ന് വരെ നിന്നെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിയാണ് വിശ്വസിക്കുന്നത്. നിന്റെ ഒരു ഇഷ്ടത്തിന് ഞാനിതിൽ എഴുതി നിന്നിട്ടില്ല. പക്ഷെ ചില കാര്യങ്ങൾ ഞങ്ങൾ എഴുതി നിന്നിട്ടുണ്ട്. അതൊന്നും നിന്റെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ നിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അവകാശം ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നിനക്ക് ജാദോഷം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും നിനക്ക് ഇത്തരം ചെറുപ്പത്തിൽ കാര്യം വയ്ക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ട് നിന്റെ കല്യാണം ഞങ്ങൾ ഉറപ്പിച്ചത്. എന്തായാലും നിന്റെ കല്യാണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ പറഞ്ഞുറപ്പിച്ച സമയത്ത് ഞങ്ങൾ നടത്തിയിരിക്കും. ഞങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം ഇതാ. ഞങ്ങൾ പറഞ്ഞ ആ ഡേറ്റിൽ തന്നെ ലച്ചുവിൻ്റെ ത്രിലോകിനും കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുക. അതിൻ്റെ കൂടെ പാവത്തിൻ്റെ മെനുവിൻ്റെ. അമ്മ എന്തിപ്പോ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് ലച്ചുവിൻ്റെ ത്രിലോകിനും കല്യാണം നടത്തുന്ന കൂടെ നിന്റെയും മെനുവിൻ്റെ കല്യാണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. അമ്മ എന്തീ പറയുന്നേ? അമ്മ വല്ല ബോധത്തോടെ എന്തൊക്കെ വിളിച്ച് പറയുന്നേ? ഞാൻ നല്ല ബോധത്തോടു കൂടെ തന്നെ ഇപ്പൊ പറഞ്ഞത്. എന്ത് ബോധത്തോടു കൂടെ? നിങ്ങൾ എന്ത് മഴയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവന്റെ മിന്നുവിന്റെ കല്യാണം അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നീ കാറ്റി ഇടപെടണ്ട. ഇത് ഞാൻ എൻ്റെ മോനെ ലൈഫിന് വേണ്ടി എടുക്കുന്ന തീരുമാനം. അതിനെപ്പറ്റി ഞാൻ എൻ്റെ മോന് സംസാരിച്ചോളാം. അതിൻ്റെ ഇടയിൽ നീ കയറണ്ട. അമ്മ, എനിക്ക് തിലോക് പറഞ്ഞ കാര്യം തന്നെ പറയാനുള്ളത്. ഈ കല്യാണം ഒരിക്കലും നടക്കില്ല. പാർത്ത്, നിന്നോട് ഞാൻ ഈ കല്യാണത്തിന് സമ്മതമാണോ അല്ലേ എന്നല്ല ചോദിച്ചത്. ഞാൻ നിന്റെ കല്യാണം ഉറപ്പിച്ചെന്നാ ഞാൻ പറഞ്ഞത്. അത് നിനക്ക് സമ്മതമാണെങ്കിലും അല്ലെങ്കിലും ഞാൻ ഈ കല്യാണം ഇവിടെ നടത്തും. പാർത്ത്, നിർമ്മല നിന്റെ നല്ലതിന് വേണ്ടി പറയുന്നത്. വീട് നല്ല കുട്ടി, അവൻ നിനക്ക് നന്നായി ചേരും. നിങ്ങളുടെ കല്യാണം കഴിയുമ്പോൾ എല്ലാം ശരിയാകും. എന്ത് ശരിയാകുമെന്ന്? അച്ഛാമ്മ കൂടി അമ്മയുടെ കൂടെ. അച്ഛൻ ഉണ്ടാവും നിൽക്കുന്ന അച്ഛനെ കൂടി അമ്മയുടെ കൂടെ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. പാർത്ത്, നീ എന്റെ മകനാണെങ്കിൽ നീ കല്യാണത്തിന് സമ്മതിക്കും. അമ്മ, പാർത്ത്, നീ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ നീ എന്നെ ജീവനോടെ കാണില്ല. അത് നീ ഓർത്തോ. അമ്മ എന്നീ പറയുന്നത്? അമ്മ പറയുന്നത് കേട്ട അച്ഛനതൊന്നും ഇല്ലാതെ നിൽക്കുന്നത്. അച്ഛാമ്മേ, കൊച്ചച്ഛ നിങ്ങളൊന്നും കേട്ടില്ല മിണ്ടാതെ നിൽക്കുന്നത്. ഓ, അപ്പൊ എല്ലാവരും തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതല്ലേ? ഓക്കെ, ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാം. പക്ഷേ മീനാക്ഷിയോട് അവൾക്ക് ഈ കല്യാണത്തിന് സമ്മതമാണോ എന്ന് ചോദിച്ചിട്ട് അവൾക്ക് ഈ കല്യാണത്തിന് സമ്മതമാണെങ്കിൽ മാത്രം. പാർത്ത് നേരെ മീനുവിൻ്റെ അടുത്തിട്ട് ചെന്നു. മീനാക്ഷി, നീ പറ, നിനക്ക് കല്യാണത്തിന് സമ്മതമാണോ? പറ, നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണോന്ന്? നീ എന്താ പറഞ്ഞേ? എനിക്ക് സമ്മതം ഈ കല്യാണത്തിന്.